ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പോൾ നിങ്ങളുടെ എക്സാം ഓരോന്നായിട്ട് കഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇനി നാളെ നിങ്ങൾക്ക് മാത്സിന്റെ എക്സാം ആണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം പറഞ്ഞു തരാനായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. വളരെയധികം പ്രധാനപ്പെട്ട ചോദ്യമാണ്. സോ എന്താണ് ഈ ഒരു ചോദ്യം എന്ന് നോക്കാം അല്ലേ. നാളത്തെ പരീക്ഷ പേപ്പറിൽ തീർച്ചയായും നിങ്ങൾ ഇതേപോലത്തെ ഒരു ചോദ്യം കാണാൻ സാധ്യതയുണ്ട് കേട്ടോ. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 8, 6, 2 ഈ 3 ഡിജിറ്റുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിനെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ആണ് നമ്മളോട് ആദ്യം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ സംഖ്യകളിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. മക്കളെ, ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. 3 ഡിജിറ്റ് നമ്പർ, ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് നോക്കാം. ഏതാണ്? 8. അടുത്ത വലിയ നമ്പർ 6ന്റെയും 2ന്റെയും എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 6 ആണ്. സോ 6 എഴുതി കൊടുക്കാം. പിന്നെ വലിയ നമ്പർ ഏതാണ്? 2 ആണ്. സോ 862 അഥവാ 862 ആണ് നമ്മുടെ ചോദ്യം എന്ന് കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? സോറി, നമ്മുടെ ഉത്തരം എന്ന് കിട്ടും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏത്? അഥവാ വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ അല്ലേ? ഏതൊക്കെയായിരുന്നു നമ്മുടെ നമ്പർ? 8 ഉണ്ടായിരുന്നു, 6 ഉണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നു. മക്കളെ, ഇതിലെ ഏറ്റവും കുഞ്ഞു നമ്പർ എന്ന് പറയുന്നത്, ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? വേഗം പറയൂ. ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ 2 ആണ്. ഏറ്റവും സ്മോളസ്റ്റ് അല്ലേ? സോ ആദ്യം നമ്മൾ 2 എഴുതി, പിന്നെ സ്മോള് 6 ആണ്, പിന്നെ 8 ആണ്. സോ 268 അഥവാ 268 എന്ന് നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ആൻസർ കിട്ടി. സെറ്റ് അല്ലേ? ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത നിങ്ങളോട് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ വലിയ നമ്മളെ 3 ഡിജിറ്റ് നമ്പറും അതേപോലെ ഈ ചെറിയ നമ്മുടെ നമ്പറും കൂടെ മൈനസ് ചെയ്യാനുള്ള ഒരു ചോദ്യമായിരിക്കും അടുത്ത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. സോ അതുകൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പോവാം അല്ലേ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 നമ്പേഴ്സ്? ഈ 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചത്. വലിയ നമ്പർ ഏതായിരുന്നു? 862 അഥവാ 862. ചെറിയ നമ്പർ എത്രയായിരുന്നു? 268. രണ്ടും കൂടെ മൈനസ് ചെയ്ത് നോക്കിക്കേ. യെസ്, 2ൽ നിന്ന് 8 പോവോ? പോവില്ല. സോ ഇവിടെ നമ്മൾ 12 ആക്കി. ഇവിടെ 5ൽ നിന്ന് 6 പോവില്ല. സോ ഇവിടെ എന്ത് വരൂടാ? ഇവിടെ നമ്മൾ കടമെടുക്കുമ്പോൾ 7. സോ 12ൽ നിന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. ഇവിടെയോ 15ൽ നിന്നും 6 കുറച്ച് കഴിഞ്ഞാൽ, അതായത് 9ഉം 6ഉം കൂടെ കൂട്ടിയാലാണ് 15 കിട്ടുക അല്ലേ. 7ൽ നിന്ന് 2 കുറച്ചാൽ 5. 594 എന്ന് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആൻസർ കിട്ടും. സോ ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളുമായിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.